ജീവിതത്തിൽ നിങ്ങൾ അധികം സംസാരിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ അറിവില്ല, ഫ്രണ്ട്സ് ഒക്കെ വളരെ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ലൈഫ് ഇത്ര അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ട് എനിക്ക് നേരത്തെ ആവാൻ പറ്റില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ബിക്കോസ് നിങ്ങൾ ലോകത്തെ കാണുന്ന രീതി മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ ആൾക്കാർ നിങ്ങളെ കാണുന്ന രീതിയിലും മാറ്റം വരും. അവര് നിങ്ങളോട് പെരുമാറുന്ന രീതിയിലും മാറ്റം വരാൻ തുടങ്ങും. ആൻഡ് യു വിൽ സീ എ ഡിഫറെന്റ് വേൾഡ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഓൾറെഡി സംസാരിച്ച് തുടങ്ങിയതാണ്. ഇന്നതിന്റെ ബാക്കിയാണ്. സോ ഇന്ന് പല ആൾക്കാർക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറയാനുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. മൊബൈൽ ഫോൺ നോക്കുന്നത് കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊരു സോഷ്യൽ പാർട്ടിക്ക് പോയി, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോയി, ഒരു കല്യാണത്തിനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്ക് ആയിക്കോട്ടെ, നിങ്ങൾ പോയി, നിങ്ങൾ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു ചമ്മൽ, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ല. അവരൊക്കെ ഓരോ ഗ്രൂപ്പിലും തിരക്കായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഒരു ഭൂരിഭാഗം ആൾക്കാരും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഫോൺ പതുക്കി കയ്യിലെടുക്കും, എന്നിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി വേറെ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ആയ ഒരു ഫീൽ ഉണ്ടാവും. നമുക്കൊരു സമാധാനം കിട്ടും. നമ്മൾ ആ ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ആരോട് അധികം സംസാരിക്കാനൊന്നും പോകുന്നില്ല. നേരെ നമ്മൾ പിന്നെ എല്ലാ പരിപാടിയും കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വീട്ടിൽ പോകും. ഇതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്തത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് കാണാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ എപ്പിസോഡിൽ ഒന്ന് മാറ്റി പറയാൻ പോവാണ്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. ഞാൻ ആദ്യം പറഞ്ഞ സിനാരിയോ വെച്ച് തുടങ്ങാം. ഏതാണ്? മൊബൈൽ ഫോൺ എടുക്കുന്ന സിനാരിയോ. ഇന്ന് ഒരുപാട് ആൾക്കാരും സോഷ്യൽ സെറ്റിംഗ്, അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പിൽ കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ ഫോൺ എടുത്ത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. ആ ഫോൺ നമ്മൾ കൈ പിടിക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുക? നമുക്കൊരു ആശ്വാസം കിട്ടും, അല്ലെ? പക്ഷേ ഇതാണ് ആൻസൈറ്റി കൂട്ടാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ എത്ര തവണ ഫോൺ നമ്മളെ കയ്യിലെടുക്കുന്നോ അത്ര തവണ നമ്മൾ ഒരിക്കലും ഈ സോഷ്യൽ ആൻസൈറ്റിയിൽ നിന്ന് മാറില്ല എന്നതാണ് സത്യം. കാരണം നമ്മൾ ആൻസൈറ്റി വരുന്ന സാഹചര്യം അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവോയ്ഡ് ചെയ്യും തോറും അത് കൂടി വരും എന്നുള്ളതാണ് ശരിക്കും ഉള്ള സത്യം. എന്നിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാതെ ആകുമ്പോൾ, ഒന്നും ശരിയാവാതെ ആകുമ്പോൾ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തി ചോദിക്കും, ഞാൻ എന്താ ഇങ്ങനെ, എനിക്കെന്താ ഇത്രയും സ്മാർട്ടായിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്തത്, ഞാൻ മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ ആയി പോകുന്നേ, വേറെ ആൾക്കാരെ പേടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്കിത് മാറ്റണമെന്ന് നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. സോ ഇത്തവണ ഞാൻ നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. ഇത്തവണ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫേസ് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഫേസ് ഇറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേടി പോകും. നിങ്ങൾ എന്തിനെയാണോ പേടിക്കുന്നത് അത് നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേടി കുറയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളുടെ ടെൻഷൻ, നമ്മളുടെ ആൻസൈറ്റിയെ സ്ട്രോങ് ആക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ എന്താണോ അവോയ്ഡ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മളുടെ ബ്രെയിൻ നമ്മൾ പോലും അറിയാതെ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്ന് ഓർത്താൽ മതി. ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു, നിങ്ങൾ ഫോൺ കയ്യിലെടുക്കുന്നു. കാരണം എന്തിനാ ഫോൺ കയ്യിലെടുക്കുന്നത്? ഫോൺ കയ്യിലെടുക്കുമ്പോൾ ആൾക്കാരെ അല്ലെങ്കിൽ റിയാലിറ്റി ആയിട്ട് കട്ടാവും. നിങ്ങൾക്ക് അതിലേക്ക് തന്നെ പോവാം, നിങ്ങളുടെ പേടി പോകും. നിങ്ങൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം അതുവരെ നിങ്ങൾ ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ പേടിച്ചിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതിരുന്നു. പക്ഷെ ഫോൺ എടുത്തു കഴിയുമ്പോൾ പിന്നെ ആ ചിന്തയൊക്കെ പോകും. പിന്നെ നമ്മൾ ഫോണിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പൊ നമ്മൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഫീൽ ആയിരിക്കും നമ്മുടെ ബ്രെയിൻ ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പേടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കൂടുന്ന സമയത്ത് ഫോൺ എടുത്താൽ മതി, അപ്പൊ രക്ഷപ്പെടും. അങ്ങനെ ഓരോ തവണയും നമുക്ക് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുന്നു. ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിൻ ഓർമ്മിപ്പിക്കും, ഫോൺ കയ്യിലെടുത്ത് പിടിക്കും. നമ്മൾ ഫോൺ കയ്യിലെടുത്ത് പിടിക്കുന്നു, നമ്മളുടെ ടെൻഷൻ കുറയുന്നു. ഇനി വലിയൊരു സത്യം പറയട്ടെ, ആ പേടി എവിടെയും പോയിട്ടില്ല. ആ പേടി കൂടി വരികയാണ് ചെയ്യുന്നത്. ആദ്യം ഉണ്ടായ പേടിയേക്കാൾ പിന്നീട് വരുമ്പോൾ ഓരോ സാഹചര്യത്തിലും പേടി കൂടാനാണ് പോകുന്നത്. കാരണം നിങ്ങൾക്ക് വന്ന ആൾക്കാരോട് സംസാരിക്കണമല്ലോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ആ ചിന്ത വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ടെൻഷൻ ആദ്യത്തെ സമയത്ത് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. പക്ഷെ പിന്നീട് ഓരോ തവണ നിങ്ങൾ അവോയ്ഡ് ചെയ്യും തോറും അത് കൂടി വരികയും ചെയ്യും. ബ്രെയിൻ പഠിക്കുന്നത് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലായിരിക്കും. ബ്രെയിൻ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോലത്തെ ഫീൽ ബ്രെയിൻ ഉണ്ടാവുകയും ഫോൺ എടുക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുകയും, അങ്ങനെ ഓരോ തവണയും നമ്മൾ ആൾക്കാരെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയും
പിന്നീട് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ നമ്മൾ എപ്പോഴും മാറി മാറി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാവുകയും ചെയ്യും. ഇങ്ങനെ നിന്നിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ആക്കണം, എനിക്ക് ലൈഫിൽ അടിപൊളിയാകണം, എനിക്ക് ലൈഫ് ഹാപ്പി ആകണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എപ്പോഴും ആ സ്വപ്ന ലോകത്ത് മാത്രമായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് കാര്യമാണോ നമ്മൾ പേടിക്കുന്നത് അത് നമ്മൾ ചെയ്യുക. അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു. അങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ആശ്വാസം കിട്ടും. എല്ലാവരും ഫോൺ എടുത്ത് അവോയ്ഡ് ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത്. ചില ആൾക്കാര് ബാത്റൂം എക്സ്ക്യൂസ് ഉപയോഗിക്കും. ചില ആൾക്കാർ ഞാൻ ബാത്റൂമിൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് 5 10 അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ വരെ ബാത്റൂമിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഈ ആൾക്കാരിൽ നിന്ന് എസ്കേപ്പ് ആയല്ലോ, ഒന്ന് രക്ഷപ്പെട്ടല്ലോ. അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു പേഴ്സണിലേക്ക് ഒതുങ്ങി പോകും. അതായത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആ ഒരു വ്യക്തിയിൽ മാത്രം നിൽക്കും, ആ വ്യക്തിയുടെ കൂടെ മാത്രം നിന്നിട്ട് അവിടെയുള്ള വേറെ ആൾക്കാർ ഒന്നും നോക്കില്ല, വേറെ ആൾക്കാരുടെ ഒന്നും സംസാരിക്കില്ല, ഈ വ്യക്തിയോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴും ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത് ഫോൺ ഉപയോഗിച്ച് മാത്രമാണെന്നില്ല. ചില ആൾക്കാർ ബാത്റൂം എക്സ്ക്യൂസ് പറയും, ചില ആൾക്കാർ സേഫ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ തന്നെ നിൽക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരാനുള്ള സാഹചര്യം നമ്മൾ തന്നെയാണ് തടയുന്നത്. അതായത് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ തന്നെ പേടി കാരണം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ ആ പേടി ആശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് ആ പേടി നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഫോൺ എടുത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് സേഫ് എന്ന് തോന്നുന്ന ആളോട് നമ്മൾ സംസാരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മാറി നിന്ന് നമ്മൾ എക്സ്ക്യൂസുകൾ കണ്ടെത്തി നമ്മളെ തന്നെ എന്തോ രക്ഷിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മളെ രക്ഷിക്കുകയല്ല, ശിക്ഷിക്കുകയാണ്. കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഡെവലപ്പ് ആവില്ല, ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിളും ചെയ്യേണ്ടി വരും. മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതിലൊരു സംശയവും വേണ്ട. പല ആൾക്കാരും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരുണ്ട്. ഇൻട്രോവേർട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും സോഷ്യൽ ആൻസൈറ്റിയൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ഇൻട്രോവേർഷൻ അല്ല, ഇത് സോഷ്യൽ ആൻസൈറ്റി ആണ്. ഇതിനെപ്പറ്റി വരുന്ന ദിവസങ്ങളിൽ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇനി നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഫേസ് ഇറ്റ് until you make it. ചെറിയ ചെറിയ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ നോക്കുക. ഒറ്റയടിക്ക് വലിയ വലിയ കാര്യങ്ങൾ എയിം ചെയ്യരുത്. ഒരുപാട് ആൾക്കാരുടെയും പ്രശ്നം അതാണ്, എനിക്ക് അയാളെ പോലെ സ്മാർട്ട് ആകാൻ പറ്റുന്നില്ല, എനിക്ക് അയാൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. നിങ്ങൾ അയാളോ ഇയാളോ സംസാരിക്കുന്ന പോലെ ആകണ്ട, നിങ്ങളായാൽ മതി. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് വലുതാകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1ാം നിലയിൽ നിന്നുകൊണ്ട് 5ാം നിലയിൽ എത്തണം എന്ന് വാശി പിടിക്കരുത്. 1 2 3 4 ഓരോ നിലയും കയറി പോകാൻ പറ്റും. നമുക്ക് ഒറ്റയടിക്ക് ചാടാൻ പറ്റില്ല. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളുടെ 1ാമത്തെ ദിവസത്തെ വേറൊരാളുടെ 100ാമത്തെ ദിവസം വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അവരും ഈ സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ അവരൊക്കെ എന്ത് ഹാപ്പിയാണ്, അവരൊക്കെ എന്ത് സ്മാർട്ടാണ്, ഞാൻ ഒട്ടും അല്ല എന്ന്. ദാറ്റ് ഈസ് സോ അൺഫെയർ ദാറ്റ് യു ആർ ഡൂയിങ് ടു യുവർ സെൽഫ്. സോ മനസ്സിലാക്കുക, ഇന്ന് മുതൽ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുക. അതായത് ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഹായ് പറയാം, അല്ലെ എവിടെ നിന്നാണ് വരുന്നത്, എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ചിരിക്കുക. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെറുതായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇനി എങ്ങനെയാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഒരാളെ കണ്ടുമ്പോൾ ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സ് എല്ലാം നിങ്ങൾ കമന്റിൽ എന്നെ അറിയിക്കുക. ഞാൻ അതെല്ലാം വായിക്കുന്നുണ്ട്, അതനുസരിച്ച് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതുമായിരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് പതുക്കെയാണ് നിങ്ങളുടെ ബ്രെയിൻ സേഫ് ആണെന്ന് പഠിക്കുള്ളൂ. അതായത് പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാതെ അവോയ്ഡ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കും അത് ഡേഞ്ചർ ആണ്, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന്. അങ്ങനെ വരുമ്പോൾ ബ്രെയിൻ അത് അവോയ്ഡ് ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾ എസ്കേപ്പ് ആവാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം തരുകയും ചെയ്യും. കാരണം ബ്രെയിൻ വിചാരിക്കുന്നു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. നേരെ മറിച്ച് പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ പതുക്കെ നിങ്ങൾക്ക് ഒരു ഡേഞ്ചറും സംഭവിക്കുന്നില്ല എന്ന് അറിയുമ്പോൾ ബ്രെയിൻ പഠിക്കും ഇത് സേഫ് ആണ്. സോ അവരോടൊക്കെ സംസാരിക്കാം, അവരോട് സംസാരിച്ചാൽ കുഴപ്പമില്ല, ആരും എന്നെ ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പതുക്കെ ബ്രെയിൻ പഠിക്കും. പക്ഷെ ഓർത്തിരിക്കുക, അവോയ്ഡൻസ് ഈസ് യുവർ വേഴ്സ്റ്റ് എനിമി. നിങ്ങൾ പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര നാളിങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും?